നമസ്കാരം. തോൽവിക്ക് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നത മൂർച്ഛിച്ച് നാണകെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പുതിയ UDF സർക്കാരിനെ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിച്ച് പ്രതിരോധത്തിലാക്കാൻ ഇറങ്ങിത്തിരിച്ച CPM നേതൃത്വം ഇപ്പോൾ സ്വന്തം നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് സ്വയം വെട്ടിലായിരിക്കുകയാണ്. പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഇതാ ഇപ്പോൾ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിലും പാർട്ടിയിൽ വൻ ഭിന്നസ്വരമാണ് പരസ്യമായി പുറത്തു വന്നിരിക്കുന്നത്. AKG സെന്ററിന് ഇപ്പോൾ പാർട്ടിയുടേതായ ഒരൊറ്റ നിലപാടില്ല. ഓരോ നേതാക്കൾക്കും ഓരോ അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വലിയ അഴിമതിയും ദുരൂഹതയും ആരോപിക്കുമ്പോൾ ഈ വിവാദം തികച്ചും അനാവശ്യമാണെന്നാണ് മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി EP ജയരാജൻ തുറന്നടിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും ഉദ്യോഗസ്ഥയെ മാറ്റിയതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വലിയ അദാനി സർക്കാർ ഡീൽ ആരോപിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ടീച്ചർ കൂടി രംഗത്തെത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ തന്നെ പൊതുവേദിയിൽ പരസ്പരം തള്ളിപ്പറയുന്നു എന്നത് പാർട്ടി നേരിടുന്ന ദയനീയ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുകയാണ്. MSC അദാനി ഓഹരി കൈമാറ്റത്തിലൂടെ തുറമുഖത്ത് കുത്തകവൽക്കരണം ഉണ്ടാകുമെന്നും കേരളത്തിന്റെ സംസ്ഥാന താൽപര്യങ്ങൾ പുതിയ സർക്കാർ ബലി കഴിച്ചുവെന്നുമാണ് പിണറായി വിജയൻ ആരോപിക്കുന്നത്. തോമസ് ഐസക്കും KN ബാലഗോപാലും എല്ലാം ഈ ഒരു പ്രചാരണം ഏറ്റുപിടിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. വിഴിഞ്ഞം തുറമുഖ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പലരുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നുവെന്നും സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഓഹരി കൈമാറാമെന്ന് കമ്പനിക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്നുമാണ് KN ബാലഗോപാൽ വിളിച്ചു പറയുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് EP ജയരാജൻ സ്വന്തം പാർട്ടിക്കാരെ നാണം കെടുത്തിയത്. വിഴിഞ്ഞത്തെ വിവാദം തികച്ചും അനാവശ്യമാണ്. പുതിയ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ല. ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കട്ടെ എന്നായിരുന്നു EP ജയരാജന്റെ തുറന്ന നിലപാട്. സ്വന്തം പാർട്ടിയുടെ മുൻ ധനകാര്യമന്ത്രി ഉന്നയിച്ച ആരോപണത്തെ മറ്റൊരു മുതിർന്ന നേതാവ് പരസ്യമായി പുച്ഛിച്ചു തള്ളുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ പാർട്ടിയിൽ വലിയൊരു ചേരി രൂപപ്പെടുന്നുവെന്ന സംശയങ്ങൾക്ക് ഈ പ്രസ്താവനകൾ അടിവരയിടുന്നു. വിഴിഞ്ഞം MD ആയിരുന്ന ദിവ്യ S അയ്യരെ മാറ്റിയത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ ആക്രമിക്കാൻ ഇറങ്ങിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തിരിച്ചടിയാണ് ലഭിച്ചത്. രാഗേഷിനെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ചാടി വീണെങ്കിലും സർക്കാരിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥയുടെ രാഷ്ട്രീയ രക്ഷകർത്തൃത്വം പാർട്ടി പരസ്യമായി ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള കടുത്ത അമർഷം പല നേതാക്കൾക്കുമുണ്ട്. ഇതാണ് KK ശൈലജ ടീച്ചർ പരസ്യമായി തുറന്നു പറഞ്ഞതും. വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S അയ്യരെ മാറ്റിയത് വിവാദ വിഷയമാക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. സർക്കാരുകൾ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഉദ്യോഗസ്ഥർ മാറുന്നത് സ്വാഭാവികമാണ് എന്നായിരുന്നു ശൈലജ ടീച്ചറുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് താഴെത്തട്ടിലുള്ള അണികളിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത അമർഷം സംസ്ഥാന നേതൃത്വം വേണ്ടത്ര ഉൾക്കൊള്ളാനോ തെറ്റുതിരുത്താനോ തയ്യാറായില്ലെന്ന വലിയ വിലയിരുത്തലുണ്ട്. ഈ അതൃപ്തി മനസ്സിലാക്കി അണികളുടെ ശ്രദ്ധ തിരിക്കാനാണ് പുതിയ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിക്കാൻ നേതൃത്വം തീരുമാനിക്കുന്നത്. എന്നാൽ മുൻപ് PM ശ്രീ പദ്ധതിയിലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ വിഴിഞ്ഞം വിഷയത്തിലും സ്വന്തം ഭൂതകാലം CPMന് കനത്ത തിരിച്ചടിയാവുകയായിരുന്നു. കാരണം ഈ ഓഹരി കൈമാറ്റ ചർച്ചകൾ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായ തെളിവുകളോടെ പുറത്തുവിട്ടത്. ചുരുക്കത്തിൽ പാർട്ടി മുഖപത്രത്തിന് ഈ വിഷയത്തിലുണ്ടായ വലിയ ജാഗ്രത കുറവും മുഖ്യമന്ത്രി സതീശന്റെ മാസ്റ്റർ സ്ട്രോക്കും കൂടിയായപ്പോൾ CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ പോരും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും കാരണം AKG സെന്റർ ഇപ്പോൾ വലിയൊരു വെട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധിക്കാനിറങ്ങിയ ഒടുവിൽ സ്വന്തം കുഴി തോണ്ടിയ അവസ്ഥയിലാണ് ഇപ്പോഴിവർ. ഭൂതകാലത്തിൽ ചെയ്ത സ്വന്തം അഴിമതികൾ മൂടിവെക്കാൻ വേണ്ടി വികസന പദ്ധതികളെ തകർക്കാൻ നോക്കുന്ന CPMന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയം സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്.